പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് മെയ് 7-ന് ആരംഭിക്കുമെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുകയെന്ന് ഹോളി സീ പ്രസ് ഓഫീസ് വ്യക്തമാക്കി. റോമിൽ സന്നിഹിതരായ കർദിനാൾമാർ തിങ്കളാഴ്ച അവരുടെ 5ാമത്തെ ജനറൽ കോൺഗ്രിഗേഷനിൽ വെച്ചാണ് ഈ തീരുമാനം എടുത്തത്. കോൺക്ലേവ് ദിവസങ്ങളിൽ സിസ്റ്റൈൻ ചാപ്പലിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ആകെയുള്ള 252 കർദിനാൾമാരിൽ 135 പേർക്കാണ് പാപ്പായെ തെരഞ്ഞെടുക്കുവാൻ വോട്ടവകാശം ഉള്ളത്. വോട്ടവകാശ പ്രായപരിധി കഴിഞ്ഞ 117 കർദിനാൾമാർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാനാവില്ലെങ്കിലും അവരും വത്തിക്കാനിലുണ്ട്. കത്തോലിക്ക സഭയിലെ വിവിധ പാത്രിയാർക്കീസുമാരും സഭാതലവന്മാരും വത്തിക്കാനിൽ തുടരുകയാണ്. പുതിയ പാപ്പായുടെ പ്രഖ്യാപനവും സ്ഥാനാരോഹണവും കഴിഞ്ഞേ ഇവരെല്ലാം മടങ്ങൂ. കോൺക്ലേവ് എത്ര ദിവസം നീളുമെന്നത് മുൻകൂട്ടി പറയാനാവില്ല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. സഭയിലെ കർദിനാൾമാരുടെ സംഘമാണ് പാപ്പായെ തെരഞ്ഞെടുക്കുന്നത്. കർദിനാൾ സംഘം ആദ്യമായി പാപ്പായെ തെരഞ്ഞെടുത്തത് 1059-ലായിരുന്നു. അന്ന് 155ാമത് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട നിക്കോളാസ് രണ്ടാമൻ പാപ്പ കർദിനാൾ സംഘത്തെ പാപ്പായെ തെരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക സംഘമായി പ്രഖ്യാപിച്ചു. അന്നു മുതൽ സഭയിൽ ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പ്. എവിടെ വെച്ച് പാപ്പാമാർ മരിക്കുന്നോ അവിടെ വെച്ച് കോൺക്ലേവ് ചേരുക എന്നതായി പതിവ്. 1492-ലാണ് പാപ്പായെ തെരഞ്ഞെടുക്കാൻ ആദ്യമായി സിസ്റ്റൈൻ ചാപ്പലിൽ കോൺക്ലേവ് ചേർന്നത്. പിന്നീട് പാപ്പായെ തെരഞ്ഞെടുക്കാൻ പല നഗരങ്ങളിലെ പള്ളികളിലും കോൺക്ലേവുകൾ ചേർന്നെങ്കിലും 1878 മുതൽ സിസ്റ്റൈൻ ചാപ്പലിൽ അല്ലാതെ മറ്റെങ്ങും കോൺക്ലേവുകൾ ചേർന്നിട്ടില്ല. 2 വർഷത്തിലേറെ നീണ്ട കോൺക്ലേവുകൾ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും 1996-ൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇതിന് വ്യക്തമായ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് കോൺക്ലേവുകൾ ഏറെ നീളില്ല. ദിവസവും 2 പ്രാവശ്യം കർദിനാൾമാർ വോട്ടെടുപ്പ് നടത്തും. ഓരോ വോട്ടെടുപ്പിന് ശേഷം പ്രാർത്ഥനയും ധ്യാനവും ഉണ്ടാകും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കർദിനാൾമാർ ഇഷ്ടമുള്ളവരുടെ പേരെഴുതി വോട്ട് ചെയ്യുന്നതാണ് രീതി. 3-2 ഭൂരിപക്ഷം ലഭിക്കുന്നവർ തെരഞ്ഞെടുക്കപ്പെടും. 9 തവണ വരെ വോട്ടെടുപ്പ് നടത്തിയിട്ടും ആർക്കും 3-2 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവസാന വോട്ടെടുപ്പിൽ മുന്നിലെത്തിയ 2 പേർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. ഈ 2 പേരും വോട്ട് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ അവരിൽ ഒരാൾ തെരഞ്ഞെടുക്കപ്പെടും. ഓരോ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ബാലറ്റുകൾ കത്തിച്ചു കളയുന്നതാണ് രീതി. സമീപകാലത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കോൺക്ലേവ് 2005-ലായിരുന്നു. കർദിനാൾ റാറ്റ്സിംഗർ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 4 ദിവസത്തിനുള്ളിലായിരുന്നു. അതീവ രഹസ്യമായാണ് കോൺക്ലേവ് ചേരുന്നത്. പുതിയ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അക്കാര്യം ലോകത്തെ അറിയിക്കാൻ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരും. ഓരോ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ബാലറ്റുകൾ കത്തിക്കും. കറുത്ത പുകയാണെങ്കിൽ പാപ്പ തെരഞ്ഞെടുപ്പിൽ തീരുമാനം ആയില്ലെന്ന വിവരമാണ് അതിലൂടെ നൽകുന്നത്. 2005 മുതൽ വത്തിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് രാസസംയുക്തങ്ങൾ ചേർത്താണ് ബാലറ്റുകൾ കത്തിച്ച് കറുത്ത പുകയും വെളുത്ത പുകയും സൃഷ്ടിക്കുന്നത്.